വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പണ്ടത്തെ ഒരു ലൊക്കേഷനിലാണ്. നമ്മൾ ആദ്യമൊക്കെ ഇൻട്രോ എടുക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ചാളായിട്ട് ഇവിടെ വരാറില്ല. അപ്പോൾ ഇന്ന് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ ഇത് കണ്ട നെല്ലൊക്കെ നല്ല സ്വർണ്ണ നിറമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കൊയ്യാൻ വരുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ വീഡിയോനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ എംപോർട്ടൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു മാജിക് ടാപ്പ് ചെയ്തായിരുന്നു. നല്ല വലിപ്പത്തിൽ നമ്മുടെ ട്യൂബൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ട്യൂബിൻ്റെ വേസ്റ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ചെറിയൊരു ഫോർമാറ്റാണ്. കാരണം അന്നത്തെ കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു, ചേട്ടൻ ഇത് വലുതല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ചെയ്ത് വെക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു മാജിക് ടാപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ചെറിയ സിമ്പിൾ മാജിക് ടാപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമുക്കിനി ആദ്യം വേണ്ടത് ഇതുപോലത്തെ പഴയൊരു എമർജൻസിയിലത്തെ ഫ്യൂസായ ട്യൂബാണ്. ഇതിപ്പോൾ ഫ്യൂസായ ട്യൂബാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ക്ലീനിങ്ങും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ക്ലീനിങ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ആദ്യം നമ്മുടെ ട്യൂബ് നമ്മൾ കയ്യിലിങ്ങനെ എടുത്ത് പിടിക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ അലുമിനിയം ക്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൊരു പ്ലെയർ വെച്ചിട്ട് കണ്ടോ ഇതേപോലെ ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്പ് ഇതിൽ നിന്ന് വിട്ട് വരുന്നത് കാണാൻ പറ്റും. അടുത്ത പണി എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് എംസാൻഡോ അല്ലെങ്കിൽ മണലോ ഇട്ട് കൊടുക്കുക. അധികം വേണ്ട, കുറച്ച് മതി. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് റിങ്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് അടച്ച് പിടിച്ചിട്ട് വേണം റിങ്സ് ചെയ്യാനായിട്ട്. കണ്ടു ഇപ്പോൾ നല്ലോണം നമ്മളിങ്ങനെ കുലുക്കി കഴിയുമ്പോൾ അതിനുള്ളിലത്തെ ഫ്ലൂറസൻ്റൊക്കെ അലിഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒഴിച്ച് കളയരുത്, ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. കാരണം ഇതിലുള്ള ഫ്ലൂറസൻ്റ് മണ്ണിന് ദോഷമാണ്. ഇനിയിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അലുമിനിയം ക്യാപ്പ് കൂടെ നമുക്ക് മാറ്റാം. അതിനുശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതായത് രണ്ടാമത്തെ ആ സൈഡ് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ അവിടെ ഒരു ഫിലമെൻ്റ് ഉണ്ടാവും, അതുകൂടി നമ്മൾ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ട്യൂബ് രണ്ട് സൈഡും ഹോളായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ടാപ്പിൻ്റെ പരിപാടി നോക്കാം. അതായത് നമ്മുടെ മുകളിൽ മാജിക് ടാപ്പ് മുകളിൽ നിൽക്കാനുള്ള ടാപ്പാണിത്. ഇപ്പോൾ നമ്മുടെ സാധാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടാപ്പാണ്, 40 രൂപേനെ വില വന്നുള്ളൂ. ഈ ടാപ്പിൽ നമുക്കിനി പെയിൻറ്റ് അടിക്കണം. അപ്പോൾ ഞാൻ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റാണ് വാങ്ങിയിരിക്കുന്നത്. ഇനി നമുക്കിതിവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് പെയിൻ്റ് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോൾഡൻ കളർ പെയിൻറ് നമ്മുടെ ടാപ്പിലേക്ക് നന്നായിട്ട് പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഗ്ലാസ് ട്യൂബ്, അതായത് എമർജൻസിയുടെ ആ ഗ്ലാസ് ട്യൂബ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത്തിരി ലൂസായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഗ്ലാസ് ട്യൂബും പൈപ്പും സെറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഗ്ലാസ് ട്യൂബിലേക്ക് വെള്ളം ചെന്ന് കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പൈപ്പിൻ്റെ വാവട്ടത്തിനേക്കാളും കുറവുള്ള ഗ്ലാസ് ട്യൂബ്, അതായത് നമ്മൾ പൈപ്പ് എടുത്തപ്പോൾ ഈ ഒരു വായ്വട്ടം കൂടുതലുള്ള പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്ലാസ്സിൽ പശ വെച്ച് ഒട്ടിച്ച് ഇതിപ്പോൾ സെറ്റാകാൻ വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ബാസ്ക്കറ്റിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ബോട്ടം സൈഡിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഹോൾ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോട്ടറിൻ്റെ വയർ ഇതിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന പമ്പാണിത്. ഇത് നമ്മുടെ അക്വേറിയം ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു പമ്പാണ്. ഇതിന് ഏകദേശം 350 രൂപയാണ് വില വരുന്നത്. നമ്മുടെ സാധാ അക്വേറിയം ഷോപ്പിലേക്ക് ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്ലഗ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിൻ്റെ കൃത്യം സെൻറ്ററിലായിട്ട് നമ്മുടെ മോട്ടർ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യം നടുവിലായിട്ട് നമ്മുടെ പമ്പ് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട ഹോളിൽ കൂടെ ഇതിൻ്റെ വയറ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഇട്ടിരിക്കുന്ന ഹോൾ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം ലീക്കായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ MC ആയാലും മതി. ഇനി ചെയ്യാനുള്ള പണി എന്ന് പറയുമ്പോൾ നമ്മുടെ ട്യൂബ്, അതായത് നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്ത നമ്മുടെ മാജിക് ടാപ്പ് ഈ ഒരു പമ്പിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പോൾ ഞാൻ വാങ്ങിയ പമ്പിൽ കറക്റ്റ് സൈസായിരുന്നു. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലത്തെ പമ്പ് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സൈസിലിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഗം വെച്ച് ഒട്ടിക്കുക അല്ലെങ്കിൽ ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ചുറ്റിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സൈസിൽ നമുക്ക് ഇതിനുള്ളിൽ കയറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയ പമ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള എമർജൻസിയുടെ കേടായ ട്യൂബിൻ്റെ കറക്റ്റ് സൈസിന് കിട്ടും. അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്ലൂ ഗണ്ണും വെച്ച് ഒട്ടിച്ച് സെറ്റാക്കി. ഇനി നമുക്ക് ഈ ബാസ്ക്കറ്റ് നമ്മുടെ അക്വേറിയം ഷോപ്പിലൊക്കെ കിട്ടുന്ന, അതായത് നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന ആ കല്ലുകൾ വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഇപ്പൊ നമുക്ക് ഈ അക്വേറിയത്തിൽ ഇടുന്ന ഈ സ്റ്റോൺസ് തന്നെ വേണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള മെറ്റൽ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അതായത് വാർക്കൊക്കെ ഉപയോഗിക്കുന്ന മെറ്റൽ നമുക്കൊന്ന് കഴുകിയെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ പല കളറിലുള്ള കല്ലുകളാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിലാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് കല്ലിൻ്റെ മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ മാജിക് ടാപ്പിൻ്റെ പണി കഴിഞ്ഞു. ഇനി ആകെ ചെയ്യാനുള്ള പണി എന്ന് പറയുമ്പോൾ നമ്മളൊരു വയറ് കട്ട് ചെയ്ത് അതിൻ്റെ പ്ലഗ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുത്താറുന്നത്. അപ്പോൾ ഇനി അതുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു പ്ലഗ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്ലീവൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിനൊരു ഔട്ടർ സ്ലീവ് ഉണ്ടാവും, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ടർ സ്ലീവ് മാറ്റി കഴിയുമ്പോൾ ഒരു റെഡ് കളറും ബ്ലാക്ക് കളറും വയർ കാണാൻ പറ്റും. എന്നിട്ട് നമുക്കിത് ഒന്ന് ഇൻസുലേഷൻ കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് നമ്മൾ വാങ്ങിയ പ്ലഗ് തുറന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ വയർ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത 2 വയറുകൾ ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലഗ് നമ്മൾ ടൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ ഇത് നേരെ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡിൽ കുത്തുക, എന്നിട്ട് ഇത് ഓൺ ചെയ്യാം. ഇനിയിപ്പോൾ കാഴ്ച നിങ്ങൾ കണ്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സംഭവമാണ് അല്ലേ, കാണുന്നവർ പെട്ടെന്ന് ഞെട്ടിപ്പോകും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ വലിയൊരു മാജിക് ടാപ്പ് നമ്മൾ ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കാർഡ് ഇടും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെന്താ, ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എംഫോടെക് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. സ്വിച്ച് ഓൺ ചെയ്യാൻ പറഞ്ഞേ, നീങ്ങിപ്പോയി, കണ്ണിപ്പോയി. അവിടെ നിന്ന് മാറിക്കോടാ, അവിടെ നിന്ന് മാറിക്കാൻ മാറണോ? ശരി, മാറിയേക്കാം.